ഞാനിപ്പോൾ നിലവിൽ അതിലേക്ക് സെക്ഷൻ പൈപ്പും ഡെലിവറി പൈപ്പും കണക്ട് ചെയ്തിട്ടുണ്ട്. വെറുതെ ഓൺലൈൻ വാങ്ങിച്ച് സാധാരണ ഒരു വീട്ടാവശ്യത്തിന് ഉപയോഗിച്ച് നിങ്ങളുടെ പൈസ വെറുതെ വേസ്റ്റ് ആക്കരുതെന്നാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഇതിൻ്റെ പമ്പിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് നിറയ്ക്കണം. എന്താണ് സെൽഫ് പ്രൈമിംഗ് പമ്പുകൾ? നമ്മളൊരു സാധാരണ ഓൺലൈൻ വെബ്സൈറ്റ് തുറന്ന് ഒരു ഹാഫ് HP വാട്ടർ പമ്പ് എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണിക്കുക ഇതേപോലത്തെ സെൽഫ് പ്രൈമിംഗ് പമ്പുകളായിരിക്കും. വില കൊണ്ട് നമ്മുടെ സാധാരണ സെൻട്രിഫ്യൂഗൽ പമ്പിനേക്കാൾ വളരെ താഴെ നിൽക്കുന്ന ഈ പമ്പുകൾ നമുക്ക് നോർമൽ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പുകൾക്ക് പകരമായി ഉപയോഗിക്കാൻ പറ്റുമോ? എന്തൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ? ഇതിൻ്റെ കറണ്ട് കൺസപ്ഷൻ എത്രയാണ്? ഇതിൻ്റെ ഡിസ്ചാർജ് എത്രയാണ്? ഇത് എന്തൊക്കെ ഉപയോഗങ്ങൾക്ക് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും? തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്, തുണ്ടത്തിൽ റേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു ഹാഫ് HP ക്ലാസിക് ബ്രാൻഡിൽ വരുന്ന ഒരു സെൽഫ് പ്രൈമിംഗ് പമ്പാണ്. ഇത് 1:1 സൈസ്. അത് നോർമലി സെൽഫ് പ്രൈമിംഗ് പമ്പുകൾക്ക് ക്ലിയർ വാട്ടർ പർപ്പസിന് വരുന്ന പമ്പുകൾക്കെല്ലാം അതേപോലെയാണ് സൈസ് വരാറ്. ഹാഫ് HP, 1 HP, 1.5 HP ആണെങ്കിൽ പോലും 1 ഇഞ്ച് സെക്ഷനും 1 ഇഞ്ച് ഡെലിവറി സൈസുമാണ് വരുന്നത്. ഇതിന് 25 മീറ്ററിന് മേലെ ഹെഡ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും, നമ്മുടെ സാധാരണ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന് 18 മീറ്റർ 20 മീറ്റർ വരെ ഹെഡ് കിട്ടുമ്പോൾ ഇതിന് 25 മീറ്ററോളം ഹെഡ് വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ സെൻട്രിഫ്യൂഗൽ പമ്പിനേക്കാൾ നല്ല പമ്പുകളല്ലേ ഇത് എന്നെല്ലാവരും ചോദിക്കാറുണ്ട്. ഇതിലുള്ളൊരു കാര്യം, നമ്മുടെ സാധാരണ സെൻട്രിഫ്യൂഗൽ പമ്പുകൾക്ക് ഒരു നോർമലി നമ്മളൊരു 15 മീറ്ററിൽ കൊടുക്കാൻ നേരത്ത് ഒരു 4000 ലിറ്ററാണ് വെള്ളത്തിൻ്റെ അളവെങ്കിൽ ഈ പമ്പിന് മാക്സിമം 1000 1500 ലിറ്റർ വരെയാണ് വെള്ളത്തിൻ്റെ അളവ് കിട്ടുകയുള്ളൂ. എന്നാൽ ഇത് 25 മീറ്റർ ഹെഡിലേക്ക് വരെ വെള്ളം പമ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ 25 മീറ്ററിലേക്ക് ചെല്ലാൻ നേരത്ത് നിങ്ങൾക്ക് ഒരു മണിക്കൂറിൽ 500 ലിറ്ററൊക്കെയാണ് വെള്ളം ഉണ്ടാവുള്ളൂ. നമ്മൾ വാക്കാല പറയുന്നതിനപ്പുറം നമ്മളിതൊരു കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ വെള്ളത്തിൻ്റെ അളവ് എന്താണെന്ന് ഏകദേശം നമുക്ക് കാണിച്ചു തരാം. ഈ സെൽഫ് പ്രൈമിംഗ് പമ്പ് എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് തനിയെ പ്രൈം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ സാധാരണ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പുകളിൽ നമ്മൾ താഴെ ഫുഡ് വാൽവ് വെച്ചിട്ട് നമ്മളത് പ്രൈമിങ്ങിനായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് നിറച്ച് പമ്പ് മൊത്തം നിറച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ സെൽഫ് പ്രൈമിംഗ് പമ്പിൽ നമ്മൾ ഈ പമ്പിൽ മാത്രം വെള്ളം നിറയ്ക്കേണ്ടതുള്ളൂ. മാക്സിമം ഒരു കപ്പിൽ താഴെയുള്ള വെള്ളമാണ് ഇതിൽ കൊള്ളുള്ളൂ. അത് നിറച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് താഴേന്ന് 4-5 മീറ്റർ ആഴത്തിൽ നിന്ന് തനിയെ പ്രൈം ചെയ്തെടുക്കും. നമ്മൾ ആ ഫുഡ് വാൽവ് പൈപ്പിൽ വെള്ളം നിറയ്ക്കേണ്ട ആവശ്യമില്ല, ഫുഡ് വാൽവിൻ്റെ ആവശ്യമില്ല. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് കണക്ട് ചെയ്ത് കാണിക്കാം. ഇത് എന്തൊക്കെ പർപ്പസുകൾക്കാണ് ഉപയോഗിക്കുന്നതെന്നും ഞാൻ പറഞ്ഞുതരാം. സെൽഫ് പ്രൈമിംഗ് പമ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി വരുന്നത് സൈഡ് ചാനൽ പമ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഈ കാണുന്ന പോലത്തെ സെൽഫ് പ്രൈമിംഗ് പമ്പുകൾ. നമ്മളിപ്പോൾ ഇന്നെടുത്തിരിക്കുന്ന സെൽഫ് പ്രൈമിങ്ങിൽ ഇതിലെ സെക്ഷനിൽ നമ്മുടെ ഫുഡ് വാൽവിന് പോലെ തന്നെയുള്ള ഒരു തിരിച്ച് വെള്ളം റിട്ടേൺ ഇറങ്ങാത്ത ഒരു നോൺ റിട്ടേൺ വാൽവ്. ഇപ്പോൾ ഫുഡ് വാൽവ് അത് തന്നെയാണ് ചെയ്യുന്നത്. വെള്ളം തങ്ങി നിർത്തും, ഒരു സൈഡിൽ കൂടെ വെള്ളം വലിച്ചെടുക്കും, തിരിച്ചു വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും. അതേപോലെ ഒരു സൈഡിലേക്ക് മാത്രം വെള്ളം കടത്തി വിടുന്ന ഒരു നോൺ റിട്ടേൺ വാൽവ് ഇതിൻ്റെ സെക്ഷൻ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ഒരു ചെറിയ PVC പൈപ്പിൻ്റെ പീസാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പോർട്ടബിളായിട്ട് ഇത് കൊണ്ട് നടക്കാനുള്ള ഒരു ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പൈപ്പ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് കൊണ്ട് നടക്കാനും ജസ്റ്റ് ചുറ്റി വയ്ക്കാനൊക്കെ എളുപ്പമുണ്ടാവും. ഇതിൽ സെക്ഷൻ സൈഡിൽ എയർ കയറാൻ പാടില്ല. ഇതിൽ ഫുഡ് വാൽവ് ഇല്ല എന്നതുകൊണ്ട് നിങ്ങൾക്കത് ജോയിൻറ്റുകളിലൊക്കെ എയർ കയറിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്ത വരരുത്. ഇത് സെക്ഷൻ സൈഡിൽ എയർ കയറാതെ എയർ ടൈറ്റായിട്ട് നിന്നാൽ മാത്രമാണ് പമ്പിലേക്ക് വെള്ളം വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ജസ്റ്റ് ഇതിൽ ടഫ്ലോൺ കൊടുത്തിട്ടുണ്ട്. PVCയുടെ പീസ് ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ നിലവിൽ അതിലേക്ക് സെക്ഷൻ പൈപ്പും ഡെലിവറി പൈപ്പും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. നമ്മൾ ജസ്റ്റ് താഴേക്ക് വെക്കുന്നു. ഫുഡ് വാൽവോ കാര്യങ്ങളൊന്നും നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. ആദ്യം നമുക്ക് ഈ പമ്പിൻ്റെ പെർഫോമൻസും അതേപോലെ ഇത് ജനറേറ്റ് ചെയ്യുന്ന പ്രഷറും നമുക്ക് എത്രയുണ്ട് എങ്ങനെയാണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫിറ്റിംഗ് കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പമ്പിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് നിറയ്ക്കണം. പമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നിറയ്ക്കുകയാണ്. ഇത് ഫുഡ് വാൽവ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെളി അടിക്കുന്ന പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ താഴെ ഫുഡ് വാൽവ് ഉണ്ട്, അതൊരു തടസ്സമാണ്. ഇത് താഴെ തുറന്നിരിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇത് ചെളി അടിക്കാനും വേസ്റ്റ് കൈകാര്യം ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ താഴെ തുറന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പമ്പ് 0 ക്ലിയറൻസ് ഉള്ള പമ്പാണ്. ഇതിൽ യാതൊരു രീതിയിലുള്ള വേസ്റ്റോ മറ്റു കാര്യങ്ങളൊന്നും അടിക്കാൻ പറ്റില്ല. അല്പം കൊഴുപ്പ് കൂടിയ വെള്ളം വേണമെങ്കിൽ അടിക്കാൻ പറ്റും. പക്ഷേ അതും പലതവണ അടിക്കാൻ നേരത്തെ ഇതിൻ്റെ വാഷർ കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് വരും. അതേപോലെ കൊഴുപ്പ് കൂടിയ വിസ്കോസിറ്റി കൂടിയ സാധനങ്ങൾ അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡ് ചാനൽ പമ്പ് ഇതേപോലെ തന്നെ വാഷർ ഇല്ലാത്ത ടൈപ്പ് സെൽഫ് പ്രൈമിംഗ് പമ്പുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഇരിക്കുന്ന ഈ പമ്പോ ഞാൻ പറഞ്ഞ സൈഡ് ചാനൽ പമ്പാണെങ്കിൽ പോലും നമുക്ക് വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് സെൽഫ് പ്രൈമിംഗ് പമ്പുകൾ ഉപയോഗിക്കാതിരിക്കുക. അതിനുശേഷം നമ്മൾ പമ്പൊന്ന് ഓൺ ചെയ്തു. ഇപ്പോൾ ഏകദേശം ഒരു 1/2 മീറ്റർ ആഴത്തിൽ നിന്നാണ് നമ്മൾ കണക്ഷൻ കൊടുത്തേക്കുന്നത്. അതായത് നമ്മുടെ വാട്ടർ ലെവൽ, പൈപ്പിന് നീളം ഉണ്ടെങ്കിലും വാട്ടർ ലെവൽ തൊട്ടാണ്
നമ്മൾ മോട്ടറിൻ്റെ ഹെഡ് കണക്ക് കൂട്ടുന്നത് ഏകദേശം 1/2 മീറ്റർ ആഴത്തിലാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്, അതായത് വാട്ടർ ലെവൽ ഇരിക്കുന്നത്. ഈ 1/2 മീറ്റർ ആഴത്തിൽ നിന്ന് ഈ വെള്ളം പമ്പ് ചെയ്യാനുള്ള ഏകദേശം ഡിലേ എത്ര വരുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പമ്പ് സ്റ്റാർട്ട് ചെയ്ത് മുതൽ തനിയെ വെള്ളം വലിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അതിന് ഏകദേശം എത്ര ഡിലേ വരുമെന്ന് നോക്കാം. വെള്ളം പമ്പ് ചെയ്ത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 10 സെക്കൻഡിൽ താഴെയാണ് ഈ വെള്ളം പ്രൈൻ ചെയ്ത് മേളിൽ വരാനുള്ള ഡിലേ. ആഴം കൂടുന്നതിനനുസരിച്ചും നിങ്ങളുടെ ടൈറ്റ് ഹെഡ് അനുസരിച്ചും ഈ ടൈമിങ്ങിന് വ്യത്യാസം വരാം. മെയിനായിട്ട് പ്രൈൻ ചെയ്യാനുള്ള ഡിലേ ആണ് നമ്മൾ നോക്കുക. അപ്പോൾ അത്യാവശ്യം ഡിസ്ചാർജ് ജസ്റ്റ് വെള്ളം ചാടുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞ് വരുന്നുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ സാധാരണ സെൻട്രിഫ്യൂഗൽ പമ്പുകൾക്ക് പോലെ ഡിസ്ചാർജ് ഇതിനില്ല. എന്നർത്ഥം ഇതൊരു മോശം പമ്പല്ല. ഇത് എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ശരി, ഇതിന് ഡിസ്ചാർജ് കുറവാണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ഇതിന് ചെയ്യാൻ പറ്റുന്ന മറ്റു പല കാര്യങ്ങളുമുണ്ട്. ഇതൊരു ലോ ഡിസ്ചാർജ് പമ്പാണെങ്കിലും ഒരു ഹൈ പ്രഷർ പമ്പാണ്. അതായത് ഇത് ഡിസ്ചാർജ് കൂടുതൽ വേണ്ട ആവശ്യങ്ങൾക്കല്ല, ഇത് പ്രഷർ കൂടുതൽ വേണ്ട ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കുക. നമുക്ക് ഇതിൻ്റെ മാക്സിമം പ്രഷർ എത്ര ജനറേറ്റ് ചെയ്യും എന്നുള്ളത് നോക്കാം. ഞാൻ പയ്യെ വാൽവ് ക്ലോസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഏകദേശം 2 ബാർ അല്ലെങ്കിൽ 20 മീറ്റർ ഹെഡ്, 20 മീറ്റർ ഹെഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളത്തിന് തരാൻ പറ്റുന്ന വെള്ളത്തിൻ്റെ അളവാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വെള്ളത്തിൻ്റെ അളവ് കാണുന്നുണ്ടോ? വെള്ളത്തിൻ്റെ അളവാണ് നിങ്ങൾ കാണുന്നത്. ഇനി ഏകദേശം 25 മീറ്റർ അല്ലെങ്കിൽ 2.5 ബാറിലുള്ള ഡിസ്ചാർജാണിത്. ഇപ്പോൾ 2.5 ബാർ പ്രഷർ എത്തി. നമ്മുടെ സാധാരണ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് 18 20 മീറ്റർ ഹെഡ് കിട്ടുന്ന പമ്പിന് 25 മീറ്റർ ഒരിക്കലും ഹെഡ് കിട്ടില്ല. അപ്പോൾ 25 മീറ്ററിലേക്കും വെള്ളം എത്തിക്കാം. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡിസ്ചാർജ് അല്ല പ്രാധാന്യം. ഈ സെൽഫ് പ്രൈം പമ്പുകൾക്ക് പ്രഷറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. അതേപോലെ ഹൈ പ്രഷർ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ മാക്സിമം പ്രഷറിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി 3 ബാർ, അതായത് 3 ബാറിന് മേളിൽ പ്രഷർ ലോഡായിട്ടുണ്ട്. 3 ബാറിലാണെങ്കിൽ അത്യാവശ്യം ഡിസ്ചാർജ് വരുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് 3 ബാർ പ്രഷർ ഇതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ സാധാരണ പമ്പുകൾ ഹെഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഉയരത്തിലേക്ക് അടിക്കും തോറും കറണ്ട് കൂടുമെന്നുള്ളൊരു ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത്. എന്നാൽ അത് നേരെ തിരിച്ചാണ് വരുന്നത്. നമ്മുടെ സാധാരണ പമ്പുകൾ നമ്മൾ തൊട്ടടുത്ത് അടിക്കുകയോ അല്ലെങ്കിൽ ഹെഡ് കൊടുക്കാതെ ലോ ഹെഡിൽ ഉപയോഗിക്കാൻ നേരത്ത് കറണ്ട് കൂടുതലാണ് എടുക്കുക. എന്നാൽ ഇത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പെന്നാണ് നമ്മൾ സെൽഫ് പ്രൈമിംഗ് പമ്പുകൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിൻ്റെ ശ്രേണിയിൽ വരുന്ന പമ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് നേരെ തിരിച്ചായിരിക്കും വർക്ക് ചെയ്യുക. നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നു സാധാരണ പമ്പുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു ചിന്തിക്കുന്നു, അതേപോലെയാണ് ഈ പമ്പ് വർക്ക് ചെയ്യുക. അതായത് ഹെഡ് കൊടുക്കും തോറും കറണ്ട് കൂടുതലെടുക്കും, ഹെഡ് കുറവാണെന്നുണ്ടെങ്കിൽ കറണ്ട് കുറവെടുക്കുള്ളൂ. ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ നിലവിൽ ഈ പമ്പ് ഞാൻ പറഞ്ഞ പോലെ ഒരു 1/2 മീറ്റർ ആഴത്തിൽ നിന്ന് വെള്ളം എടുത്ത് ഇങ്ങനെ ഒരു 1 മീറ്റർ ഹൈറ്റിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ മോട്ടറിൻ്റെ കറണ്ട് കൺസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.1 ആംപിയറാണ്. ഇനി ഞാൻ ഇതിൽ പ്രഷർ ലോഡ് ചെയ്യുകയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് അടിക്കുന്ന അതേ എഫക്റ്റ് നമ്മൾ പയ്യെ വാൽവ് ക്ലോസ് ചെയ്യുകയാണ്. വാൽവ് ക്ലോസ് ചെയ്ത് പമ്പിൻ്റെ സൗണ്ട് മാറി, പമ്പിനെ ലോഡ് കൂടി. നമ്മുടെ സാധാരണ പമ്പുകൾ പോലെയല്ല, സാധാരണ പമ്പുകൾ ലോഡ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ സൗണ്ട് കുറയാണ്. ഇപ്പോൾ ഹെഡ് കൂടുതലിലേക്ക് കൊടുക്കാൻ നേരത്ത് ആ പമ്പിൻ്റെ കറണ്ട് കൺസപ്ഷൻ കൂടുകയാണ് ചെയ്തത്. നമ്മൾ എത്ര ലോഡ് ചെയ്യുന്നോ അതിനനുസരിച്ച് കറണ്ട് കൺസപ്ഷൻ കൂടുതൽ വരും. ഇപ്പോൾ ഏകദേശം 2.1 എന്നുള്ളത് 2.4 ആംപിയറാണ്. എത്രയാണ് പ്രഷർ ഗേജിൽ ലോഡായിരിക്കുന്നതെന്ന് നോക്കി. എത്ര റീഡിങ് വരണേ? 3യുടെ മേളിലുണ്ടാവും. ഓക്കെ, ഏകദേശം 3 ബാർ പ്രഷർ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നേരെ തിരിച്ച് പ്രഷർ കുറച്ച് ഫുൾ വാൽവ് ഓപ്പൺ ചെയ്ത് പ്രഷർ ഫുൾ റിലീസ് ചെയ്തു. അപ്പോൾ ലൈൻ പ്രഷർ വളരെ മിനിമം അല്ലെങ്കിൽ 0 ആയിരിക്കും അതിൽ കാണിക്കുക. അപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ കറണ്ട് കൺസപ്ഷൻ നേരെ കുറവാണ് കാണിക്കുന്നത്. 2.2 ആംപിയറാണ് കറണ്ട് കൺസപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രഷർ ലോഡ് ചെയ്യുമ്പോഴും കറണ്ട് കൂടുതലെടുക്കും. പ്രഷർ ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഹെഡ് കൊടുക്കാത്ത ഒരു നോ ലോഡ് കണ്ടീഷനിൽ ഇതിന് കറണ്ട് കൺസപ്ഷൻ വളരെ കുറവായിരിക്കും. അതായത് നമ്മുടെ സാധാരണ സെൻട്രിഫ്യൂഗൽ പമ്പുകളിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇതിൻ്റെ കറണ്ട് കൺസപ്ഷൻ്റെ രീതി എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രഷർ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. വലിയ നോസിലുകളിലൂടെ വരാൻ നേരത്ത് ഇതിന് ഡിസ്ചാർജ് കുറവേ തോന്നിക്കുള്ളൂ. കാരണം അതിന് ഡിസ്ചാർജ് കുറവാണ്. അത് പൈപ്പ് വലുതാവും തോറും അതിന് ഡിസ്ചാർജ് ഒട്ടും ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും. ഇത് മെയിനായിട്ട് പ്രഷർ ബൂസ്റ്റർ ആപ്ലിക്കേഷൻ, അതായത് പ്രഷർ ബൂസ്റ്റിംഗ് ആപ്ലിക്കേഷൻ, അതേപോലെയുള്ള പർപ്പസുകൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ മിസ്റ്റ്, അതായത് ചെറിയ പുക പോലെ വരുന്ന ഇറിഗേഷൻ ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ചെറിയ നോസിലുകൾ കൂടെ നല്ല ഹൈ പ്രഷറിൽ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രഷർ ഗേജ് കണക്ട് ചെയ്തേക്കുന്ന ഹോളിൽ ഞാൻ ഇതിൻ്റെ പ്രഷർ ലോഡ് ചെയ്ത് കാണിക്കാം. ഇതാണ് അതിൻ്റെ ഒരു പ്രഷർ എന്ന് പറയുന്നത്. അതായത് എത്ര നോസിലിൻ്റെ സൈസ് എത്ര ചെറുതാവുന്നോ ആ രീതിയിൽ അതിന് കൂടുതൽ പ്രഷർ ജനറേഷൻ കപ്പാസിറ്റി കൂടും. ഇപ്പോൾ ലൈനിൽ പ്രഷർ ചെയ്തേക്കുന്ന ലോഡ് എത്രയാണോ അതിൽ കൂടുതൽ ലോഡ് നമ്മൾ അതിൽ ചെറിയ നോസിലാക്കി കഴിഞ്ഞാൽ വീണ്ടും ലോഡ് ചെയ്യും. മറിച്ച് നമ്മളൊരു വലിയ പൈപ്പിലൂടെ വരാൻ നേരത്തെ അത് നോർമൽ ഒരു വെള്ളം ഒഴുകി വരുന്നൊരു ഫീലേ ഉണ്ടാവുള്ളൂ.
നമ്മളത് അടച്ചിട്ട് നമ്മുടെ നോസിൽ എത്ര ചെറുതാവുന്നോ അതിനനുസരിച്ച് പ്രഷർ ലോഡ് കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ ആ പ്രഷറാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. കൃത്യമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ വേസ്റ്റ് ആയ പോലെ നമുക്ക് തോന്നും. അപ്പോൾ സാധനങ്ങളുടെ ഉപയോഗം മനസ്സിലാക്കി നമ്മൾ കറക്റ്റ് പർപ്പസിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അതേപോലെ ഒരു നമ്മൾ വാങ്ങിച്ച സാധനം കൃത്യമല്ല എന്നുള്ളൊരു ഫീൽ തോന്നില്ല. ഇനി ഇതിലൊരു ചെറിയ ഗണ്ണ് കണക്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ നിലവിൽ ആ സെൽഫ് പ്രൈമിംഗ് പമ്പിലേക്ക് ഒരു ബ്രാസിൻ്റെ ഗണ്ണ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ നിങ്ങൾക്കൊരു ചെടി നനയ്ക്കേണ്ട ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ അഡ്ജസ്റ്റബിൾ ഗണ്ണാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങളുടെ ചെടി നനയ്ക്കുന്ന ആവശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ ഈ നോസിൽ പൈപ്പിയെ ഷാർപ്പാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി കഴുകുന്ന ആവശ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് വലത്തോട്ടാണ് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത് വന്ന് നിങ്ങൾ ആ വെള്ളം കുറച്ചുകൊണ്ട് ഷാർപ്പാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വണ്ടി കഴുകുന്ന ആവശ്യങ്ങളിലേക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല പ്രഷർ തന്നെയുണ്ട്. പക്ഷേ ഇതൊരു വണ്ടി കഴുകുന്ന ആവശ്യത്തിലേക്ക് വാങ്ങണം എന്നല്ല, നിങ്ങൾക്ക് ഓൾറെഡി ഒരു പമ്പ് ഉണ്ടെങ്കിൽ ഇതേപോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെയാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുക. അതായത് ഹൈ പ്രഷർ ആപ്ലിക്കേഷൻ, ഡിസ്ചാർജ് കുറവ് വേണ്ട ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ സെൽഫ് പ്രൈമിംഗ് പമ്പിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെൽഫ് പ്രൈമിംഗ് പമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മോശക്കാരായിട്ടുള്ള പമ്പാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന് പറ്റുന്ന പർപ്പസുകൾക്കാണ് അത് ഉപയോഗിക്കേണ്ടത്. സാധാരണ ഒരു വീട്ടിലേക്ക് നമ്മുടെ സാധാരണ ഒരു കിണറിൽ നിന്ന് ടാങ്കിലേക്ക് വെള്ളം അടിക്കാനാണെങ്കിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അതിന് ഡിസ്ചാർജ് വളരെ കുറവാണ്. കറണ്ട് കൺസപ്ഷൻ കുറവാണെങ്കിൽ പോലും ഇത് ഒരുപാട് നേരം ഉപയോഗിക്കേണ്ടി വരും. അതേപോലെ ഒരു താഴെ നിൽക്കുന്ന ഒരു സമ്പിൽ നിന്ന് വേണമെങ്കിൽ ഒരു നിലയുടെ മേളിലേക്ക് അടിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പൈപ്പ് ലൈനിൽ പലരും കണക്ട് ചെയ്യുന്നുണ്ട്. അത് ലീഗലി അങ്ങനെ കണക്ട് ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ പൈപ്പ് ലൈനിൽ കണക്ട് ചെയ്ത് അതേപോലെ സെൽഫ് പ്രൈമിംഗ് ആയിട്ട്, അതായത് തനിയെ പ്രൈം ചെയ്ത് വലിക്കുന്നത് കൊണ്ട് തന്നെ സാധാരണ പൈപ്പ് ലൈനുകളിൽ കണക്ട് ചെയ്ത് അടിക്കാൻ പറ്റും. ഇത് മെയിനായിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ അതേപോലെ ചെയ്ത് കണ്ടിട്ടുണ്ട്. അതേപോലെയുള്ള പർപ്പസുകൾക്ക് ഇത് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ പിന്നെ ആദ്യം പറഞ്ഞ മിസ്റ്റിൻ്റെ പർപ്പസുകൾക്ക് ഉപയോഗിക്കാം. ചെറിയ നോസിലുള്ള നമ്മുടെ മൈക്രോ സ്പ്രിംഗ്ലർ പോലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് കൂടുതൽ പ്രഷർ വേണ്ടതും കുറവ് ഡിസ്ചാർജ് വേണ്ടതുമായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇത് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ വെറുതെ ഓൺലൈൻ വാങ്ങിച്ച് സാധാരണ ഒരു വീട്ടാവശ്യത്തിന് ഉപയോഗിച്ച് നിങ്ങളുടെ പൈസ വെറുതെ വേസ്റ്റ് ആക്കരുതെന്നാണ് എൻ്റെ റെക്കമെൻഡേഷൻ. അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസും പ്രാക്ടിക്കൽ വീഡിയോസൊക്കെ കാണാനായിട്ട് തുണ്ടത്തിൽ ഇടസ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.